Hello students, let us continue our discussion in financial management. Today we are going to discuss a concept in financial management called time value of money. This concept of time value of money is based on the fact that value of money changes over a period of time. That means value of money today is different from the value of money received after some time in future. Yesterday when we discussed about the important objective of financial management, we saw that the wealth maximization objective is more important because wealth maximization objective takes into consideration of time value of money. അതായത് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിൽ ഈ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെൽത്ത് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവായി മാറുന്നത്. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത് അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിരിക്കുന്നത് ദ വാല്യൂ ഓഫ് മണി ചേഞ്ചസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നുള്ള ഒരു ഫാക്റ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. അതായത് ദ വാല്യൂ ഓഫ് മണി ടുഡേ ഈസ് ഡിഫറെൻറ്റ് ഫ്രം വാല്യൂ ഓഫ് മണി റിസീവ്ഡ് ആഫ്റ്റർ സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഇന്ന് നമ്മുടെ കയ്യിലുള്ള മണിയുടെ മൂല്യവും ഫ്യൂച്ചറിൽ, അതായത് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം, കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ മൂല്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോസിനെയാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ എപ്പോഴാണ് സംഭവിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ പർട്ടിക്കുലർ ടൈമിനെ കൂടി കൺസിഡർ ചെയ്ത് വേണം നമ്മുടെ കാൽക്കുലേഷൻസ് ചെയ്യാൻ. അവിടെയാണ് ടൈം വാല്യൂ ഓഫ് മണിയുടെ ഇമ്പോർട്ടൻസ്. സോ ഈ തരം ടൈം എന്ന് പറയുന്ന ആസ്പെക്റ്റ് കാൽക്കുലേഷനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ രണ്ട് തരം ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അതാണ് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. ടെക്നിക്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. First technique is called compounding technique. The process of calculating future value of present money is called compounding. In order to calculate the future value of a single amount, the following formula is used. A is equal to P into 1 plus R the whole raised to n, where A is equal to amount at the end of the period, that is future value. P is equal to principal amount at the beginning of the period, that is the present amount. R is the rate of interest and n is number of years for which compounding is done. So compounding technique ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മണിയുടെ ഫ്യൂച്ചറിലുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസൻറ്റ് മണി. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ റൈസ് ടു എൻ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മെച്യൂരിറ്റി എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ എ എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂവിനെ അല്ലെങ്കിൽ ഫ്യൂച്ചർ മണിയുടെ എമൗണ്ടിനെയാണ് കാണിക്കുന്നത്. പി എന്ന് പറയുന്നത് പ്രസൻറ്റ് എമൗണ്ടാണ്. ആർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്, നമ്പർ ഓഫ് ഇയേഴ്സിനെയാണ് എൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. എക്സാമ്പിൾ: കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ ഓഫ് റുപ്പീസ് 10,000 invested for 3 years at 8% interest per annum.
അതായത് 10,000 റുപ്പീസ് 3 വർഷത്തേക്ക് 8% ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അറ്റ് ദ എൻഡ് ഓഫ് ദ 3 ഇയർ എത്രയായിരിക്കും ഫ്യൂച്ചർ എമൗണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നാച്ചുറലി ഇവിടെ പ്രസന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് R എന്ന് പറയുന്നത് 8% ആണ്. N എന്ന് പറയുന്നത് 3 years ആണ്. അപ്പോൾ സൊല്യൂഷൻ നോക്കാം. A = P × 1 + R⁻n വാല്യൂസ് കൊടുക്കുക. A എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ആണ്. ഫ്യൂച്ചർ വാല്യൂ = P is 10,000 multiplied by 1 + R. R is 8%. So 8% means 8/100 whole raised to 3. ബ്രാക്കറ്റിനുള്ളിലുള്ള ആദ്യം ചെയ്യണം. സോ 8/100 means 0.08 or 0.08. അതിനെ ഒന്നുകൊണ്ട് ആഡ് ചെയ്യുക. 1.08 whole raised to 3. That means 1.08 × 1.08 × 1.08. ഇങ്ങനെ 1.08നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1.2597. അതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫൈനൽ ആൻസർ ഈസ് 12,597. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 റുപ്പീസ് 8% ഇൻട്രസ്റ്റിൽ 3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 12,597 ആയിരിക്കും. ഇതാണ് കോമ്പൗണ്ടിങ് ടെക്നിക്. സോ കോമ്പൗണ്ടിങ് ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കാൽക്കുലേറ്റ് the future value of present money. Compounding technique is used for calculating future value of present money. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കിനെയാണ് ഡിസ്കൗണ്ടിങ് ടെക്നിക് ഓർ പ്രസന്റ് വാല്യൂ ടെക്നിക് എന്ന് പറയുന്നത്. The process of calculating present value of future money is called discounting. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാവുന്ന ഒരു എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ടെക്നിക്കിനെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച കോമ്പൗണ്ടിങ്ങിന് നേരെ വിപരീതമാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ്ങിൽ ചെയ്തത് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. എന്തിൻ്റെയാണ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ എമൗണ്ട്. 5 വർഷം കഴിഞ്ഞിട്ട് 5 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ആ 5 ലക്ഷം രൂപയ്ക്ക് ഇന്ന് എന്ത് മൂല്യമുണ്ടായിരിക്കും? അതിനാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് നൗ ലെറ്റ് us കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ഫ്യൂച്ചർ എമൗണ്ട്. ഫ്യൂച്ചറിൽ കിട്ടാവുന്ന ഒരു സിംഗിൾ എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള കാൽക്കുലേഷനാണ്. അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് PV = FP ഡിവൈഡഡ് ബൈ 1 + R⁻n. അതായത് ഫ്യൂച്ചർ വാല്യൂവിനെ 1 + R⁻n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പ്രസൻറ്റ് വാല്യൂ ലഭിക്കുന്നത്. ഇവിടെ ഈ ഫോർമുലയിൽ PV എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ, FP ഈസ് ഫ്യൂച്ചർ എമൗണ്ട്, R ഈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ്. സോ ഫ്യൂച്ചർ എമൗണ്ട് അറിയാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് അറിയാം, നമ്പർ ഓഫ് ഇയേഴ്സും അറിയാമെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ യൂസിങ് ദിസ് ഇക്വേഷൻ. ലെറ്റ് us explain this with the help of an example. The present value of ₹100 receivable at the end of second year at a 10% discount rate. അതായത് we have to calculate the present value of ₹100 receivable after 2 years at a discount rate of 10%. 10% ഡിസ്കൗണ്ട് റേറ്റിൽ 2 വർഷം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വരുന്ന 100 രൂപയ്ക്ക് ഇന്ന് എന്ത് മൂല്യമുണ്ടായിരിക്കും? അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്തായിരിക്കും? ഇതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്യൂച്ചർ വാല്യൂ FP = 100, ഡിസ്കൗണ്ട് റേറ്റ് R = 10%, നമ്പർ ഓഫ് ഇയേഴ്സ് N = 2. ഇത് ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ PV = 100 ഡിവൈഡഡ് ബൈ 1 + 10% is 10 divided by 100. So 1 + 10 divided by 100 whole raised to 2.
അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 10 ബൈ 100 ഈസ് 1.1 ദ ഹോൾ സ്ക്വയർ. 1.1 ഹോൾ സ്ക്വയർ ഈസ് 1.1 ഇൻറ്റു 1.1. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 ഡിവൈഡഡ് ബൈ 1.21. ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതിയാൽ 100 ഡിവൈഡഡ് ബൈ 1.21 ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.21. 1 divided by 1.21 is equal to 0.8264. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദ ആൻസർ ഈസ് 82.64. അതായത് 2 വർഷം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വരുന്ന 100 റുപ്പീസിന് ഇന്നത്തെ 82 റുപ്പീസ് 64 പൈസയുടെ മൂല്യം മാത്രമാണ് ഉണ്ടാവുക. അതാണ് ഡിസ്കൗണ്ടിങ് ടെക്നിക്. Discounting means finding the present value of future money. സോ ഇവിടെ ഈ കാൽക്കുലേഷൻസ് കുറേയധികം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഡേറ്റ ടേബിൾസ് അവൈലബിൾ ആണ്. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. ടു സിംപ്ലിഫൈ കാൽക്കുലേഷൻസ് വി ക്യാൻ യൂസ് പ്രസൻറ്റ് വാല്യൂ ടേബിൾ ടു ലുക്ക് അപ്പ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. The present value factors are simply calculations of 1 divided by 1 plus r raised to n. 1 divided by 1 plus r raised to n നെ പറയുന്ന പേരാണ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. മുകളിലത്തെ എക്സാമ്പിളിൽ 1 ഡിവൈഡഡ് ബൈ 1.21 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 0.8264 ആണ്. ഈ 0.8264 ആണ് ഈ പ്രോബ്ലത്തിലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. അത് നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ 1 പ്ലസ് r റൈസ് ടു n എന്ന് പറയുന്നതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്കത് കിട്ടിയത്. അത്രയും കാൽക്കുലേഷൻസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ടേബിൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ചിത്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് എ പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഫോർ 1 റുപ്പി. 1 രൂപയുടെ ഓരോ വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ ഡിഫറൻറ്റ് ഡിസ്കൗണ്ട് റേറ്റിലുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും 10% 2 years. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിരുന്ന ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 10%. ഇവിടെ നിങ്ങൾക്ക് 10% കാണാൻ കഴിയുന്നുണ്ട്. 2 years എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയാണ്. സെക്കൻഡ് റോയിൽ 10%-ന് ഉള്ള ഡേറ്റ നോക്കുക. അവിടെ കാണാൻ കഴിയും 0.8264. ഈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടറാണ് നമ്മൾ നേരത്തെ കാൽക്കുലേഷനിലൂടെ കണ്ടുപിടിച്ചത്, 0.8264. സോ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ഇത്രയും വലിയ കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഡിസ്കൗണ്ട് റേറ്റും നമ്പർ ഓഫ് ഇയേഴ്സും അറിയാമെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നേരെ നമുക്ക് ടേബിളിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ വാല്യൂ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്യൂച്ചർ വാല്യൂവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് പ്രസൻറ്റ് വാല്യൂ. Thus, to calculate the present value of any future amount, we have to multiply the future amount by the present value factor. Therefore, the simple equation for finding present value is equal to future value into present value factor. ഇതും മറ്റൊരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1000 receivable after 4 years and the rate of interest is 8%. So the future amount is ₹1000. R is 8% and N is 4 years. So now we have to find out the present value factor. Present value factor for 4 years and 8%. From table we can find out 8% and 4 years. So against the 4 years and 8%, we can see that present value factor is 0.7350. So using that present value factor, we can calculate present value is equal to future value, that is 1000 into present value factor, that is 0.735.
Therefore, the present value of 1000 rupees after 4 years at a discount rate of 8% is 735. So today we discussed about time value of money. Time value of money means value of money changes over a period of time. In order to include this aspect into financial calculations, we use two types of techniques. First one is called compounding technique. In compounding technique, we have to find out future value of present money. On the other hand, the second method, that is a present value method or discounting method, in that we find out the present value of future money. So discounting is just opposite of compounding technique. In order to find the present value of future amount, we can use data table. From the data table, we get present value factor. We have to just multiply the present value factor with the future value to get present value. Hope you understood the concept thoroughly. Let us conclude today's discussion. Thank you.